ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്ക് മുറുകുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അധികം വൈകാതെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രശാന്ത്, ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് സംബന്ധിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചതാണ്. ഇപ്പോൾ ഇതാ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ശനിയാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഘട്ടം ഉടൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് ഈ SIT പോകുമെന്ന് തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ. ഗൗതം, കടകംപള്ളി സുരേന്ദ്രനും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ SIT വിലയിരുത്തുന്നത്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടും ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വിഷയങ്ങളിലെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശപ്രകാരം വീടുകൾ സ്പോൺസർഷിപ്പിലൂടെ വെച്ച് നൽകിയതടക്കമുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ അന്വേഷണത്തിലെല്ലാം ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇതിൽ ഈ ചോദ്യം ചെയ്യലിൽ ആദ്യം നൽകിയ മൊഴിയും രണ്ടാമത്തെ മൊഴിയും തമ്മിലുള്ള വിശദമായ പരിശോധനകൾ നടത്തും. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ വൈരുദ്ധ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കും. അതോടൊപ്പം തന്നെ SITക്ക് മറ്റു ചില കാര്യങ്ങളും ചോദിക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളിക്ക് കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് പോകുമെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ദേവസ്വം ബോർഡ് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും അടക്കം ഇപ്പോൾ ജയിലിലാണ്, കേസിലെ പ്രതികളാണ്. ആ സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രൻ്റെ അറിവോടുകൂടി അല്ലാതെ അല്ലെങ്കിൽ അറിവില്ലാതെ ഇത്തരം കൊള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശബരിമലയിലെ കള്ളക്കടത്ത് സ്വർണ്ണ കവർച്ച നടത്താൻ കഴിയില്ല എന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ SIT വിലയിരുത്തുന്നത്. കാരണം ദേവസ്വം ബോർഡ് മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഈ കള്ളക്കടത്ത് നടത്തിയതെന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ആദ്യം ചോദ്യം ചെയ്യൽ നടന്നത്. വളരെ രഹസ്യമായി മാധ്യമങ്ങളിൽ നിന്ന് അടക്കം മറച്ചു വെച്ചുകൊണ്ട് വളരെ രഹസ്യമായിട്ടായിരുന്നു ആദ്യം ചോദ്യം ചെയ്യൽ നടത്തിയത്. ഈ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധങ്ങളടക്കമുള്ള പല കാര്യങ്ങളിൽ ചോദിച്ചെങ്കിൽ പോലും അതിൽ നിന്നും എല്ലാം ഈ കടകംപള്ളി ഒഴിഞ്ഞു മാറിയെന്നാണ്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ മുൻ മന്ത്രി CPMന്റെ നേതാവുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. ഈ ചോദ്യം ചെയ്യലോടുകൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ വളരെ നിർണായകമായ സ്വർണ്ണ കവർച്ച ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്നവരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ മറ്റു പ്രധാനപ്പെട്ട തസ്തികകൾ വഹിച്ചിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ ജയിലിനുള്ളിലാണ്. അപ്പോൾ ഈ ദുരൂഹ ഇടപാടുകളെല്ലാം അന്നത്തെ ദേവസ്വം മന്ത്രി അറിയാതെ നടക്കില്ല എന്നത് സാമാന്യ യുക്തിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനാൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.